കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. 500 രൂപ ചോദിച്ചു മേടിച്ചോ. ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ. എന്തോരം പണിയാണ് എടുക്കണേ. ഇതിവിടെ കിടന്നതിന് വാടക. ഇനി തീറ്റയിലും കുടിയുടെ ആയിട്ട് ഒരു 1000 രൂപ കൂടി വരാനുണ്ട്. നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, നിങ്ങളുടെ ലൈഫൊക്കെ ഭയങ്കര വിലയുള്ളൂ. ഞങ്ങളൊക്കെ വെറും പീറകളല്ലേ, മണ്ടന്മാർ. ആർക്ക് വേണമെങ്കിലും പറ്റിക്കാം, ഇട്ട് തട്ടിക്കളിക്കാം. ഞാൻ കൊണ്ടുതരാം സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു. എവിടെ ഞാൻ എന്റെ ജീവനേക്കാൾ സ്നേഹിച്ച രാമൻകുട്ടിയല്ല ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. രാമൻകുട്ടി പൊക്കോളൂ. ഇനി ഒരിക്കലും എന്റെ കൺമുമ്പിൽ വരരുത്. നന്ദിയുണ്ട്, വളരെ വളരെ നന്ദിയുണ്ട്. എന്നാ പിന്നെ ഷിബു എന്റെ പഴയ സ്വഭാവമായിരുന്നു കേട്ടല്ലോ. എന്ത് കരഞ്ഞു കാല് പിടിക്കോ? അവിടെ എന്താ ഒരു പടക്കം പൊട്ടണ ശബ്ദം കേട്ടെ? പടക്കമല്ല സാർ, എന്റെ കരണം പൊട്ടിയ ശബ്ദം കേട്ടത്. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. നമുക്ക് പോവാം. അങ്ങനെ ആദ്യം കഴിഞ്ഞു. സാർ കേക്ക് സാർ. കേക്ക് മാണിക്കുഞ്ഞ് ഇവിടെ കേക്ക് പറഞ്ഞത്? സോറി സാർ, ഞാൻ ലേറ്റ് ആയ. എടാ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ? എന്താണമ്മ അവൻ തിരിച്ചു വരാത്തത്? അവൻ പോയ സ്ഥലം അത്ര നല്ലതായിരിക്കും. ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിക്കോ. സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി എനിക്കതിന് കഴിയും. ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ആ ഓർമ്മകളിലേക്ക് വീണ്ടും വേണ്ട സാർ, ഞാൻ നിസ്സഹായനാണ്. നീ തോറ്റു കൊടുക്കരുത്. എന്റെ വിൽ പവർ കൊണ്ട് നിനക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്തതൊന്നും ഒരുത്തരും നിന്റെ കയ്യിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റില്ല. അതിന് എത്ര സമയം വേണമെങ്കിലും നീ എടുത്തു, പക്ഷെ തിരിച്ചു വരണം, വന്നേ പറ്റൂ. ഞാനിനി കേരളം വിട്ട് എവിടെയും പോണില്ല. ഒരുപാട് മനുഷ്യരെ കണ്ടു, അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും. ഒറ്റയ്ക്കായ മനുഷ്യരൊക്കെ നിസ്സഹായരാ. നിങ്ങളുടെ ജീവൻ രക്ഷി ദേ അവരാ. താങ്ക് യു ഡോക്ടർ. ആരാ എന്താണെന്നറിയാത്ത ഞങ്ങളോട്. പക്ഷെ ഞാനിപ്പോഴീ പിടിവിട്ടില്ലെങ്കിൽ ഞാൻ ഭിക്ഷ തരുന്ന ഈ ജീവിതം ഇന്ന് മുതൽ എന്റെ കൺമുമ്പിൽ ജീവിച്ച് തീർക്കും. നീ ഭിക്ഷ തരുന്ന ജീവിതം എനിക്ക് വേണ്ട. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. എന്റെ ഈ അവസരം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ നാളെ ദുഃഖിക്കും താൻ. അതോർത്ത് പശ്ചാത്തപിക്കും. ഈ മിടുക്കന്മാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, നാട്ടിൽ എന്ത് പണിയും നടത്തിയിട്ട് രക്ഷപ്പെടാം. ഓടിച്ചിട്ട് പിടിക്കും, ഓടിയ വഴി കൂടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. കൂടെ വന്നതിനെ ചോഴ സാറിനോട് നന്ദിയുണ്ട് സാറേ. വക്കീല് വിളവ് പഠിച്ച പള്ളിക്കൂടത്തിലെ ഹെഡ് മാസ്റ്ററാ ഞാൻ. കുറെ ദിവസമായി ഉറങ്ങിയിട്ടെന്ന് പറഞ്ഞില്ലേ? സുഖമായിട്ട് കിടന്നുറങ്ങാ. ഈ നാട്ടിലൊരു ഭൂകമ്പം ഉണ്ടാകും, അതുകൊണ്ട് നാം സജ്ജരായിരിക്കണം. അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, തലയ്ക്ക് തല, കൈക്ക് കൈ, കാലിന് കാല്. തമ്പുരാന് വെറുതെ ഇരുന്ന് പറഞ്ഞാ മതി. ഈ തലയും കാലും ഒക്കെ പോണ ഞങ്ങളുടെ. അത് ശരി, അപ്പൊ തല്ലുകൊള്ളാൻ കണക്കാക്കി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഞങ്ങൾ എന്തിനും തയ്യാ. ഞങ്ങളുടെ ടീമിനോടെങ്ങാനും ഉടക്കം വന്നാലുണ്ടല്ലോ, നിന്നെ വെറും തെണ്ടി പിള്ളേരെ കൊണ്ട് ഞാൻ തല്ലിക്കും. എന്നെങ്കിലും ഒരിക്കൽ എന്റെ കൈ കിട്ടും. മുള്ളിക്കില്ല ഞാൻ 3 ദിവസം. കുത്തിക്കാൻ വേണ്ട സമയം അവന്മാരെ ശരിക്കൊന്ന് നോക്കി വെച്ചോ. എന്തിനാ ബോസ്? ഇനി കാണുമ്പോ മാറി നടക്കാൻ. ഒന്ന് നിക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ. ഇനി മുട്ടിക്കോളൂ. നന്നായാ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ലോകനാഥൻ കളക്ടറായെന്ന് നിനക്കൊന്നും വിശ്വസിക്കാൻ പറ്റണല്ലേ? എടോ സ്വപ്നല്ല, സത്യ. ചേരിക്കാരൻ ലോകനാഥനെ ജില്ലാ കളക്ടറായടാ. അടിക്കടാ സല്യൂട്ട്. 2 ദിവസം അട്ടപ്പാടി കാണാതായപ്പോ നീ പേടിച്ചെന്റെ വീട്ടിൽ കയറിയെന്ന് വിചാരിച്ചു. അവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് അവിടെ തന്നെ കാണാം. കളിച്ച് നടന്നിട്ടുണ്ട്, ഒരുപാട് അവസരങ്ങൾ ഞാൻ കളഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അന്നത്തെ ചിന്തകളല്ലേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് ശരിയെന്ന് തോന്നണത്
ഞാൻ ചെയ്യും. ഇന്ന് നിന്റെ ദിവസമാടാ. കീറി പൊളിക്കടാവന്മാരെ. എന്റെ ചക്കരേ, താങ്ക് യു. ആരുടെ സുനി? സുനിനൊക്കെ തട്ടി. എല്ലാം മറന്ന് അവൾ നിങ്ങളെ മാത്രം സ്നേഹിക്കും എന്നു. എന്റെ ഹൃദയത്തിൽ നന്മ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവൻ തന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ നരസിംഹന്റെ പേരിൽ 100-ലേറെ ക്രിമിനൽ കേസുകളുണ്ട്. പോലീസും നിയമം അയാളെ ഭയപ്പെടുന്നു. സയ്യദ് മസൂദ്, he leads the most powerful mercenary hit group of Asia. അവരാണ് നമ്മുടെ കൺസൈൻമെന്റ്സ് ടാർഗറ്റ് ചെയ്തത്. ഈ സയ്യദ് മസൂദ് ആൻഡ് ഗാങ് നമുക്ക് മുട്ടിരിക്കാൻ പറ്റുന്ന ഗ്രൂപ്പാണ്. ഞാനെങ്ങൂല്ല, നീ തന്നെ പോയാ മതി. ആര് വന്നാലും വന്നില്ലേലും ഞാൻ എന്തായാലും രാവിലെ തന്നെ ചാർജ് എടുത്തല്ലോ. സാറിനേക്കാൾ 10 മിനിറ്റ് മുമ്പെങ്കിലും ചാർജ് എടുക്കണ്ടേ? അപ്പൊ എങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് തുടങ്ങല്ലേ? ശത്രുവിന് കീഴടങ്ങിയ ചരിത്രം ഈ രാജകുടുംബത്തിനില്ല. ഞാനും വരട്ടെ മാഷേ, വരട്ടെ. ജനിച്ച ഒരു ദിവസം മരിക്കണം. അത് അവൻ കൈയെല്ലാം സാകൃതിന് എന്നോ തൊലയുന്നത്. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ വലിയ പ്രശ്ന. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നല്ല ചേർച്ചയാ, ശത്രുതയില്. ദാണ്ടെ ഇനി ഇപ്പൊ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ 5.25 ജോണി വാക്കറിന്റെ വാറല്ല, സാക്ഷാൽ ലാഹയിൽ വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യനാ. വന്ന് നിനക്ക് ആരും പേടിയില്ലാണ്ടായി. പക്ഷെ ആ തണ്ടും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് നിന്നെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. എന്നെ കൊണ്ടിട്ട് ഉന്നാലെ നിമ്മതി ഇറക്കാൻ മുടിയാത്. എൻ പിന്നാടി പെരിയ ഒരു ഉലകമേ ഇருக்கு ജയില, ഒരു പെരിയ നെറ്റ്വർക്ക്. யார் எப்ப வரும்னு உனக்கு தெரியாது. ഒരു 16 വയസ്സുള്ള മോത്തർ. ഭാസ്കർ, ഈ വെറും വൃത്തികെട്ടവനായിക്കൊണ്ടിരിക്കുക. സുമതി, ഐ ആം നോട്ട് ബാഡ്, ഐ ആം ജസ്റ്റ് റിച്ച്. പണമുള്ളവൻ എന്നും ഈ ലോകം വൃത്തികെട്ടവനായിട്ടേ കാണുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി നീ എന്നെ അങ്ങനെ തന്നെ കാണുന്നത്. ഇതൊക്കെ ഭയന്താ എപ്പടി ഇനിതാ ആരംഭം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ മൂന്നുപേരും കൂടെ മിണ്ടിയും പറഞ്ഞിരിക്കും.